നമസ്കാരം. മന്ത്രി സജി ചെറിയാൻ നടത്തിയ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ ഹൈക്കോടതി തുടരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. മന്ത്രി ഭരണഘടനയോട് അനാദരവ് കാട്ടി എന്നാണ് ഹൈക്കോടതി നിരീക്ഷണം. ഈ സാഹചര്യത്തിൽ സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് എത്രത്തോളം ധാർമ്മികമാണ്? പവർ പോയിന്റ് പരിശോധിക്കുന്നു. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് പ്രൊഫസർ നീതു രഘുവരൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്, BJP നേതാവ് ശ്രീമതി രാഗേന്ദു എന്നിവർ ചേർന്നു. മൂന്നുപേർക്കും സ്വാഗതം. പ്രൊഫസർ നീതു രഘുവരൻ, ഈ വിഷയത്തിൽ ഇപ്പോൾ വളരെ വിശദമായ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടന്നു വരുന്നു. പ്രതിപക്ഷം വളരെ ശക്തമായ പ്രതിഷേധമൊക്കെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിലും ഈ CPM നടത്തുന്നൊരു വിലയിരുത്തൽ മന്ത്രി സജി ചെറിയാൻ ആ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതില്ല, ധാർമ്മികതയൊന്നും ഇതിൽ പ്രശ്നമല്ല, കോടതി അത്തരത്തിലല്ല നിരീക്ഷണം നടത്തിയിരിക്കുന്ന എന്ന തരത്തിലാണ് CPMൻ്റെ ഒരു വിലയിരുത്തൽ വരുന്നതും മന്ത്രി തന്നെ അത്തരത്തിലാണ് ന്യായീകരണം നടത്തുന്നത്. എങ്ങനെയാണ് കാണുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഇന്ത്യ സുപ്രീം ലോ അല്ലേ? ലോകത്തിൽ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയും ശ്രേഷ്ഠവുമായ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയുടേത്. അപ്പോൾ നമ്മുടെ ഈ മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ 2022 പരാമർശിച്ച 3 കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യമേ അദ്ദേഹം പറഞ്ഞ എന്താ, കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറഞ്ഞ എന്താണ്? ബ്രിട്ടീഷുകാർ എഴുതി ചേർത്തതാണ് നമ്മുടെ ഭരണഘടന എന്നാണ്. ബ്രിട്ടീഷുകാർ എഴുതി ചേർത്തതാണ് നമ്മുടെ ഭരണഘടന. അദ്ദേഹത്തിന് ചരിത്രത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഉണ്ടായത്, സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടിയതെന്ന് അദ്ദേഹത്തിന് അറിയാവോ? നാണമില്ലേ മന്ത്രിസ്ഥാനത്തിലേക്ക് ഒരു MLA തുടരാൻ നാണമില്ലേ അദ്ദേഹത്തിന്? ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ 2 വർഷവും 11 മാസവും 18 ദിവസവും കൂടെ ചേർത്തിട്ട് ഡോക്ടർ അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി തന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് എഴുതി ചേർത്തതാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ലോകത്തിൽ തന്നെ പല കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭരണഘടനയെ ഒരു MLA എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സാധാരണ ആൾക്ക് പോലും എങ്ങനെ തള്ളിക്കളയാൻ സാധിക്കും? എന്ത് സന്ദേശമാണ് മന്ത്രി ഈ വഴി പറയാൻ പോകുന്നത്? അതുമാത്രമല്ല, ഞാൻ ഇന്നത്തെ ഒരു പ്രസ്താവന കേൾക്കുകയുണ്ടായി. ആദ്യത്തെ പ്രാവശ്യം മന്ത്രിസ്ഥാനം രാജിവെച്ചതുകൊണ്ട് 2ാമത്തെ പ്രാവശ്യം വെക്കേണ്ട ആവശ്യമില്ല എന്ന്. എന്തുകൊണ്ട്? ആദ്യത്തെ പ്രാവശ്യം മാത്രമേ ധാർമ്മിക ബോധമുള്ളൂ, 2ാമത്തെ പ്രാവശ്യം ധാർമ്മിക ബോധമില്ല. ഒരു ഭരണഘടനയെ തള്ളിപ്പറയുന്ന ഒരാൾ രാജ്യത്തെ തള്ളിപ്പറയുന്ന പോലെയല്ല. അതുമാത്രമല്ല, ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് ഇരിക്കുമ്പോൾ ആ ജനങ്ങളെ അവഹേളിക്കുന്നതല്ല ഭരണഘടനയെ അവഹേളിക്കുന്നത്. അതുമാത്രം ഈ കഴിഞ്ഞ 2022 സംഭവം നടന്ന ശേഷം ഇവർ വളച്ചൊടിച്ചുണ്ടാക്കിയ ഒരു റിപ്പോർട്ട് അത് തെറ്റാണെന്ന് ഹൈക്കോടതി തന്നെ പറയുകയുണ്ടായി. ആ റിപ്പോർട്ടിനകത്ത് എന്താണുള്ളത് ചൂണ്ടിക്കാണിക്കാൻ. ഇന്ന് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇന്ന് അവരുടെ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം പറയുകയുണ്ടായി അത് അവരുടെ റിപ്പോർട്ട് കറക്റ്റായിരുന്നെന്നും അത് പുതിയൊരു ഉദ്യോഗസ്ഥനെ മാറ്റുകയാണ്. അങ്ങനെയൊന്നുമില്ല. ഇൻറ്റഗ്രിറ്റി കോടതി കൃത്യമായി പറഞ്ഞു, ഉദ്യോഗസ്ഥൻ ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരാൾക്ക് കൊടുക്കണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ ഇൻറ്റഗ്രിറ്റി എന്ന വാക്ക് പറയുമ്പോൾ തന്നെ കൃത്യമായി നമുക്കറിയാം അതൊരു ഫേക്ക് റിപ്പോർട്ടായിരുന്നു. കഴിഞ്ഞൊരു ഉദ്യോഗസ്ഥൻ്റെ മേലിൽ ചുമത്തുന്ന ഒരു ഇൻറ്റഗ്രിറ്റി ചുമത്തുന്ന ഒരു കുറ്റബോധമുണ്ട്. അപ്പോൾ ഒരു ഫേക്ക് റിപ്പോർട്ടും കൊണ്ട് കൊടുത്തിട്ട് ഈ മന്ത്രി എങ്ങനെയാണ് മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ സാധിക്കുന്നത്? മന്ത്രിസ്ഥാനത്ത് മാത്രമല്ല, MLA സ്ഥാനത്ത് പോലും തുടരാൻ വേണ്ടിയിട്ട് സജി ചെറിയാന് സാധിക്കുന്നതല്ല. ഓക്കെ, ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഇപ്പോൾ ഈ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് മന്ത്രി സജി ചെറിയാൻ. നമുക്കറിയാം, രാഷ്ട്രീയ പ്രവർത്തകർ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അവർ മന്ത്രിയായും MLA-യുമായിട്ടൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ അറിയാം? ആ ഭരണഘടന എന്ന് പറയുന്ന എത്ര അമൂല്യമായ ആ ഒരു കാര്യത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് ആ സമയത്ത് അവരെല്ലാം ചെയ്യുന്നത്. പിന്നീട് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ നിരീക്ഷണങ്ങളും വിശകലനങ്ങളും കുന്തവും കുടച്ചോക്കറവും ഒക്കെ ഏത് തരത്തിൽ വരുന്നു എന്നുള്ളതാണ് നമ്മൾ വളരെ രസകരമായി കേട്ടിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ആദ്യം അത് സംഭവിച്ചു, അപ്പോൾ ധാർമ്മികത പറഞ്ഞ് രാജിവെച്ചു. വീണ്ടും ഇപ്പോൾ കോടതിയിൽ പോലീസ് റിപ്പോർട്ടെല്ലാം എത്തുമ്പോൾ അത് ശരിയല്ല എന്ന് കോടതി നിരീക്ഷണം നടത്തുകയും തുടരന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ശരിക്കും ഇവിടെ ഇപ്പോഴും ഈ ധാർമ്മികത എന്ന വാക്കിന് ഒരു വിലയില്ലാതെ പോകുന്നു എന്ന് തോന്നുന്നു. ഇന്ത്യ ഒരു പാർലമെൻ്ററി സൂപ്രമസിയുള്ള രാജ്യമല്ല, നമ്മളൊരു എക്സിക്യൂട്ടീവ് മേധാവിത്വമുള്ള രാജ്യമല്ല, നമ്മളൊരു പോപ്പുലർ സോവറിറ്റിയാണ് എന്ന് പറയുമ്പോൾ പോലും കോൺസ്റ്റിറ്റ്യൂഷണൽ സൂപ്രമസി ഉള്ള രാജ്യമാണ്. ഭരണഘടന ഇല്ലെങ്കിൽ ഒന്നുമില്ല. എല്ലാ ഘടനകളും എല്ലാ രാഷ്ട്രീയ കക്ഷികളും മന്ത്രിസഭ തന്നെ സജി ചെറിയാൻ തൊട്ട് വന്നിച്ച് നമസ്കരിച്ച് ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഭയമോ പ്രീതിയോ ഒന്നുമില്ലാതെ ഭരിച്ചുകൊള്ളാം എന്ന് പറയുമ്പോൾ ആ ഭരണഘടനയുടെ അടിസ്ഥാന ശിലയായ 2 കാര്യങ്ങളാണ് കുന്തവും കുടച്ചക്രവുമായി മാറിയിരിക്കുന്നത്. അത് ജനാധിപത്യം എന്ന പ്രിയാമ്പിളിലെ അടിസ്ഥാന തത്വം, അതുപോലെ തന്നെ മതനിരപേക്ഷത, മതേതരത്വം എന്ന് പറയുന്ന തത്വം.
76-ൽ 42-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയോടൊപ്പം ചേർക്കപ്പെട്ട മതേതരത്വം, അതിനൊരു വിലയില്ലേ? CPM എന്ന പാർട്ടിയും സജി ചെറിയാൻ തന്നെയും ഏറെ ഉദ്ഘോഷിക്കുന്ന ഒരു കാര്യമാണ് മതേതരത്വം. അതുപോലെ ജനാധിപത്യത്തിൻ്റെ സന്തതി കൂടിയാണല്ലോ ശ്രീ സജി ചെറിയാനും മന്ത്രിസഭയും എല്ലാം. അപ്പോൾ ഈ സങ്കല്പങ്ങൾ കേവലം കുന്തമാണ്. കുന്തം നല്ലതാണ്, കുടച്ചക്രം കുന്തം മനസ്സിലാകും. കുടച്ചക്രം എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കുടച്ചക്രം എന്ന് പറയുന്നത് ഈ പുത്തിരി പോലെ കത്തിക്കാവുന്ന ഇങ്ങനെ കറങ്ങിപ്പോകുന്നൊരു സാധനമാണ് കുടച്ചക്രം. അപ്പോൾ കുന്തവും കുടച്ചക്രവും ഒരുമിച്ച് വരുമ്പോഴാണ് കുഴപ്പം. കുന്തം കുഴപ്പമില്ല, കുടച്ചക്രം കുഴപ്പമില്ല. രണ്ടും കൂടെ ഒന്നിച്ച് വരുമ്പോൾ അതോടൊപ്പം ബ്രിട്ടീഷുകാർ നൽകിയ ഒരു ഭരണഘടനയാണെന്ന് പറയുമ്പോൾ അത് എവിടെയാണത് അത് ഫിറ്റിൻ ചെയ്യുക? BR അംബേദ്കർ നൽകിയ ഭരണഘടന എന്നോ കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപപ്പെടുത്തിയ ഭരണഘടന എന്ന് പറയുമ്പോഴും അതിന് ആർജവമുണ്ട്. മാത്രമല്ല ഇറ്റ്സ് എ ബാഗ് ഓഫ് ബോറോയിങ്. നേരത്തെ നീതു സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ഒരു ബാഗ് ഓഫ് ബോറോയിങ് ആണ്. അനേക ഭരണഘടനയുടെ അന്തസ്സത്തിനെടുത്തുകൊണ്ട് അതിനകത്ത് പാർലമെൻറ്റ് ജനാധിപത്യം ഉൾപ്പെടെ ബ്രിട്ടീഷ് ഭരണഘടനയുടെ അന്തസ്സത്ത സ്വീകരിച്ചുകൊണ്ട് റിപ്പബ്ലിക്കൻ ക്രമം മറ്റിടങ്ങളിൽ നിന്നും സൂചിപ്പിച്ചുകൊണ്ട് അയർലൻഡിൽ നിന്നും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ സൂചിപ്പിച്ചുകൊണ്ട് സൃഷ്ടിച്ച ഭരണഘടനയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ബ്രിട്ടീഷുകാർ അവരുടെ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ച ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യവിരുദ്ധമാണ്, അത് ഭരണഘടനാ വിരുദ്ധമാണ്, നമ്മൾ അതിൻ്റെ അന്തസ്സത്തൊക്കെ ചേരുന്നതല്ല. അവിടെയാണ് ഇത് സജി ചെറിയാൻ ഒരിക്കൽ ഇവിടെ വരുന്ന ചോദ്യത്തിലേക്ക് വരികയാണ്. സജി ചെറിയാൻ ഒരിക്കൽ അതിനുള്ള പിഴ ഒടുക്കിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെച്ചു ധാർമ്മികതയുടെ പേരിൽ. ജൂലൈ മാസം 6-ാം തീയതി 2022 അദ്ദേഹം രാജിവെക്കുന്നു. അപ്പോൾ അത് തീരേണ്ടതാണ്. അവിടെ അന്വേഷണം നടത്തിയത് കീഴ്വായ്പൂർ പോലീസാണ്. അതിന് തൊട്ടടുത്തുള്ള വല്ലപ്പള്ളിക്കടുത്തുള്ള ആ പരിധിയിൽ വരുന്നത് കീഴ്വായ്പൂർ പോലീസാണ്. അതിനുശേഷം DYSP തലത്തിൽ തിരുവല്ല DYSPയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. ഈ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന നിഗമനത്തിലാണ് കോടതി എത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ടാമ്പേർഡാണ്. അന്വേഷണം പൂർണ്ണമായി നടത്തിയില്ല, അതിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവല്ലയിലെ മാജിസ്ട്രേറ്റ് കോടതി സജി ചെറിയാന് അനുകൂലമായി ഇത് കാര്യമായ കുഴപ്പമില്ല. ഇതാരെയാണ് ഇൻ്റർവ്യൂ ചെയ്തത്? ശബ്ദരേഖ എടുത്തോ? ഇല്ല. അവിടെ ഉണ്ടായിരുന്ന പാർട്ടി നേതാക്കളുടെ മാത്രം അഭിപ്രായം എടുക്കുകയും സദസ്സിലുണ്ടായിരുന്ന പാർട്ടി ഇതര ആളുകളുടെ അഭിപ്രായം എടുക്കാതിരിക്കുകയും മാധ്യമപ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒന്നും ഇൻപുട്ട് എടുക്കാതെ ഒരു പ്രഹസനമായി നടത്തിയ അന്വേഷണത്തിൻ്റെ ഒരു നിരർത്ഥകതയാണ് കോടതി വിധിയിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് തുടർ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ശ്രീമതി രാഗേന്ദു, ഇവിടെ ഇപ്പോൾ BJP ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? പ്രത്യേകിച്ചും ഭരണഘടനയെ അവഹേളിച്ചിരിക്കുന്നു എന്ന് കോടതി തന്നെ കൃത്യമായി പറയുന്നു. അപ്പോൾ ആ ഈ ഭരണഘടനയോട് ഇത്തരം ഒരു മന്ത്രി തന്നെ സ്വീകരിച്ച ഒരു നിലപാടിനെക്കുറിച്ചും ഇപ്പോൾ എടുക്കുന്ന ആ തീരുമാനങ്ങളെക്കുറിച്ചും ഒക്കെ എങ്ങനെയാണ് BJP പ്രതികരിക്കുന്നത്? നമ്മുടെ ഭരണഘടനയെ തൊട്ടുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയും ഒരു MLAയുമായിരിക്കുന്ന ശ്രീ സജി ചെറിയാൻ പൂർവാധികം നമുക്കറിയാം. കാരണം അദ്ദേഹം കഴിഞ്ഞ തവണ രാജിവെച്ച സമയത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്, ഞാൻ ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കുന്നു, അതോടൊപ്പം തന്നെ പുനരന്വേഷണത്തിന് ഞാൻ ഈ മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്നത് ഒരു പ്രശ്നമാകുന്നത് കൊണ്ട് ഞാൻ അത് രാജിവെച്ചുകൊണ്ട് ഈ അന്വേഷണത്തിന് നേരിടുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രാജിവെച്ചത്. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കണം, ആ റിപ്പോർട്ട് എന്താണെന്ന് ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ 39 പേരുടെ ചോദ്യം ചെയ്തുകൊണ്ട്, അതായത് ആ ഒരു ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്ത പാർട്ടിയുടെ തന്നെ അനുഭാവികളായ 39 പേരെ ചോദ്യം ചെയ്തുകൊണ്ട് അവരുടെ അന്വേഷണ റിപ്പോർട്ടാണ് അവിടെ നൽകിയിട്ടുള്ളത്. അതിൽ നമുക്കറിയാം അതിൻ്റെ ഏരിയ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ ഇത് കൃത്യമായിട്ട് ഇതിൽ ലൈവായി പോയിക്കൊണ്ടിരുന്ന ഒരു വീഡിയോ ഈ ലോകം മൊത്തം കണ്ടു കഴിഞ്ഞതാണ്. അത്തരത്തിലുള്ള ഒരു വീഡിയോയും CD ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് ഫോറൻസിക് അയച്ചതിന് ശേഷം അതിൻ്റെ ഒരു റിപ്പോർട്ട് കിട്ടുന്നതിന് മുന്നേ തന്നെ കേരളത്തിൻ്റെ പോലീസ് ഇവിടെ ഒരു തട്ടിക്കൂട്ടിയ ഒരു റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിച്ചുകൊണ്ട് ആ കോടതിയുടെ ഉത്തരവിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്കറിയാം ജൂൺ 3-ാം തീയതി 2022 നടക്കുന്ന ഈ സംഭവത്തിൽ 6-ാം തീയതി അദ്ദേഹം അതായത് മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെയും സമരങ്ങളും പ്രതിഷേധങ്ങളും കണക്കെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെക്കുകയാണ്. 5-ാം തീയതി അതായത് 6-ാം തീയതി രാജിവെക്കുന്നതിന് തലേദിവസം കൃത്യമായി ഗവർണർ ഇതിൽ ഇടപെട്ടുകൊണ്ട് ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ അദ്ദേഹം രാജിവെച്ചു, 6-ാം തീയതി രാജിവെച്ചു. പക്ഷേ ഇത്തരത്തിൽ ഒരു മന്ത്രിയെ സംരക്ഷിച്ചുകൊണ്ട്, അതായത് അദ്ദേഹത്തെ വീണ്ടും
മന്ത്രിസ്ഥാനത്ത് കൊണ്ടുവരണമെന്ന് കൃത്യമായി ഇവിടുത്തെ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ പിണറായി വിജയൻ്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഒരു ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ അതിൻ്റെ പരിശോധനയുടെ റിപ്പോർട്ട് വരുന്നതിന് മുന്നേ പോലീസ് തട്ടിക്കൂട്ടിയ ഒരു റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് അദ്ദേഹത്തെ വീണ്ടും മന്ത്രിസ്ഥാനത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവിടുത്തെ ആഭ്യന്തരം, ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടുത്തെ മജിസ്ട്രേറ്റ് കോടതിയെ കൃത്യമായി പറഞ്ഞുകൊണ്ട്, അതായത് വിമർശിച്ചുകൊണ്ട്, പോലീസിനെ കൃത്യമായി വിമർശിച്ചുകൊണ്ട് ഇനി അന്വേഷിക്കേണ്ടത് ക്രൈംബ്രാഞ്ചാണെന്നും അതുപോലെ തന്നെ ഒരു ഇൻറ്റഗ്രിറ്റിയുള്ള ഒരു ഓഫീസർ തന്നെ ഇത് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ അവിടെ അടിവരയിട്ട് ഇവിടെ ഹൈക്കോടതി സൂചിപ്പിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ആഭ്യന്തരം അത് എത്രത്തോളം സാധാരണപ്പെട്ട വ്യക്തികൾക്ക് നിയമപരമായി എന്തൊരു സംരക്ഷണമാണ് നൽകുന്നത്. കാരണം ഇവിടെ മന്ത്രിയായിരിക്കുന്ന MLA ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തെ വീണ്ടും കൊണ്ടുവരാൻ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്ന ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു പൊള്ളയായ റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഇൻറ്റഗ്രിറ്റിയുള്ള ഒരു ഓഫീസർ തന്നെ ഇത് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ആഭ്യന്തരം ഇവിടെ നമ്മൾ പ്രധാനമായും കാണിക്കേണ്ടത് മന്ത്രി സജി ചെറിയാൻ്റെ വീണ്ടും നമ്മളൊരു ധാർമ്മികത എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ചർച്ചയിൽ ആദ്യം തന്നെ തുടങ്ങുന്ന ഒരു വാക്ക് ധാർമ്മികത എന്ന് പറയുന്ന വാക്കാണ്. പക്ഷെ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, 2016 മുതൽ നമ്മുടെ കേരളം ഭരിക്കുന്ന CPM എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഈ ധാർമ്മികത എന്ന് പറയുന്ന ഒരു വാക്കിനർത്ഥം അത് അറിയില്ല എന്നുള്ളത് നമുക്കറിയാം. നിരവധി കാര്യങ്ങൾ നമുക്ക് മുഖ്യമന്ത്രിക്കെതിരെ വന്നതും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വന്നതും ഈ പാർട്ടിക്കെതിരെ വന്നതെല്ലാം തന്നെ ധാർമ്മികത എന്ന് പറയുന്ന വാക്ക് അവരുടെ നിഘണ്ടുവിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ ഇതിന്റെ ഇടയിൽ തന്നെ സൂചിപ്പിക്കേണ്ടത് പാർട്ടി തന്നെയാണ് കോടതി, പാർട്ടി തന്നെയാണ് പോലീസ് എന്ന് പറയുന്ന CPM എന്ന് പറയുന്ന ഒരു സംഘടനയിൽ ഇതിൽ കൂടുതൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള രീതിയിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനവും അതുപോലെ തന്നെ MLA സ്ഥാനം രാജിവെക്കുന്നത് വരെ ഉണ്ടാകുമെന്ന് രാജിയല്ല, വീണ്ടും ഇപ്പോൾ ഈ ഘട്ടത്തിലും രാജി തന്നെയാണ് അനിവാര്യം. കാരണം ധാർമ്മികതയും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത് ഒരു നിയമവശം അത് പൂർണ്ണമായും ഒരു മന്ത്രി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ മന്ത്രി എന്ന് പറയുന്ന സ്ഥാനമുള്ള ഒരാൾക്ക് വേണ്ടി ഒരു നിയമം തന്നെ മാറ്റി എഴുതിക്കൊണ്ട് ഒരു കോടതിയെ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ എന്തിനാണ് അവർ വില കൽപ്പിക്കുന്നത്? അവർ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് അവർക്ക് ഭരണഘടനയിൽ അവർക്ക് വിശ്വാസമില്ല, സ്വാതന്ത്ര്യത്തിൽ വിശ്വാസമില്ല, നമ്മുടെ പതാകയിൽ വിശ്വാസമില്ല, ഒന്നിലും വിശ്വാസമില്ലാത്ത വ്യക്തികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണഘടനയിൽ അവർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് മറുപടി. കാരണം അവർ വീണ്ടും ധാർമ്മികതയുടെ പേരിൽ ഇന്നത്തെ സെക്രട്ടറി തന്നെ പറയുന്നു നിയമപരമായി ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും എന്നുള്ളതിൽ അൽപ്പുറം അദ്ദേഹത്തിന് രാജിവെക്കേണ്ട എന്ന് തന്നെയാണ് CPMന്റെ നിലപാട്. പക്ഷേ ശക്തമായി BJP ഇതിൽ പ്രതിഷേധം ഉന്നയിക്കും, പ്രതിഷേധ സമരങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഓക്കെ, പ്രൊഫസർ നീതു, ഇപ്പോൾ ഈ കോടതിയുമായി ബന്ധപ്പെട്ട് വന്ന ഈ വിഷയം വന്നപ്പോൾ സജി ചെറിയാൻ പറഞ്ഞൊരു കാര്യം, ഈ വിഷയത്തിൻ്റെ ഉള്ളടക്കത്തിലേക്കൊന്നും കോടതി പോയിട്ടില്ലല്ലോ, അന്വേഷണം നടക്കട്ടെ എന്നല്ലേ കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതത്ര ഗൗരവമായി ഞങ്ങൾ കണക്കാക്കുന്നില്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഒരു രാജി അല്ലെങ്കിൽ ധാർമ്മികതയൊന്നും പ്രധാന കാര്യമായി മാറുന്നില്ല എന്ന് CPMഉം മന്ത്രി സജി ചെറിയാനും വിലയിരുത്തുന്നത്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് നമ്മുടെ ഭരണഘടന അദ്ദേഹം വായിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഒരു MLA ആകുമ്പോഴും മന്ത്രിയാകുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഭരണഘടന എടുത്തൊന്ന് വായിക്കണം. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ തന്നെ 5ാം ക്ലാസ് തൊട്ട് തന്നെ ഭരണഘടനയെക്കുറിച്ചിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സാധാരണ 10 വയസ്സുള്ള കുട്ടിയോട് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ഈ അഭിപ്രായം 10 വയസ്സുള്ളൊരു കുട്ടിയോട് ചോദിച്ചു, നമ്മുടെ മന്ത്രി സജി ചെറിയാൻ എന്ന് പറയുന്ന നമ്മുടെ മന്ത്രി നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് ഇങ്ങനെ ബ്രിട്ടീഷുകാർ എഴുതി കൊടുത്തു എന്ന് പറഞ്ഞു. അതിൽ പ്രിയാമ്പിൾ, അവർക്ക് ഇപ്പം കുട്ടികൾക്ക് പ്രിയാമ്പിൾ അറിയാം. ആമുഖം എന്താണ്? ആമുഖം എന്ന് പറയുന്ന ഭരണഘടനയുടെ സോളാണ്, അല്ലേ, ആത്മാവാണ്. അതിനകത്ത് 2 വാക്കുകളുടെ ഒപ്പം കൂട്ടിച്ചേർത്ത് ഇവിടെ കുന്തവും കുടച്ചക്രവും എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഷയാണെന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹത്തിന് വീട്ടിൽ ആ ഭാഷ ഉപയോഗിക്കാം. പക്ഷേ അത് ഭരണഘടനയിൽ വരുമ്പോൾ അത് അൺപാർലമെൻ്ററി വേർഡാണ്. സെക്യുലറിസത്തിന് ഡെമോക്രാറ്റിക്കിനൊപ്പം ഉപയോഗിക്കേണ്ട വാക്കുകളല്ല കുന്തവും കുടച്ചക്രവും എന്ന് പറയുന്നത്. അതിൻ്റെ ഒപ്പം ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, സെക്യുലറിസം എല്ലാം ഉള്ളതാണ്, അല്ല. അപ്പോൾ അതിനെ തള്ളി പറയുന്നതാണ്. അപ്പോൾ സാധാരണ കുട്ടി പറഞ്ഞ് എന്താണെന്ന് എനിക്ക് ഇവിടെ പറയാൻ ആഗ്രഹമുണ്ട്. അവർ ചോദിച്ചതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഇങ്ങനെയാണ്, ടീച്ചർ ഡോക്ടർ അംബേദ്കർ എഴുതി ചേർത്തതാണല്ലോ, അവർക്കതറിയാവുന്നതാണ്, എഴുതി ചേർത്തതാണല്ലോ നമ്മുടെ ഭരണഘടന.
അപ്പോൾ ഡോക്ടർ അംബേദ്കർ ഇപ്പോൾ ഇല്ലല്ലോ ഇത് കേൾക്കാൻ വേണ്ടി. അദ്ദേഹം കേൾക്കുകയാണെങ്കിൽ പണ്ട് കേട്ടിട്ടുണ്ട്, നമ്മളെ ഭരണഘടനയ്ക്കെതിരായിട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹമായിരിക്കും ആദ്യമേ ഭരണഘടന കത്തിക്കുമെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ ഡോക്ടർ അംബേദ്കർ ഇല്ലല്ലോ. അപ്പം ഈ മനുഷ്യൻ എന്താണ് പറഞ്ഞത്? ഈ മന്ത്രി സജി ചെറിയാൻ അറിയേണ്ട ഒരു കാര്യമുണ്ട്. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് 1971 സെക്ഷൻ 2. ആ സെക്ഷൻ 2 പറയുന്നത് വെച്ചാൽ നമ്മൾ നാഷണൽ ഫ്ലാഗ് കോൺസ്റ്റിറ്റ്യൂഷന് എതിരായിട്ട് ആര് പറഞ്ഞാലും ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്. 3 പ്രോഹിബിറ്റഡ് ആക്റ്റാണ്. ഒന്ന് എല്ലാവർക്കും ഒരു നമ്മുടെ ദേശീയ പതാകേനെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല, ഡിസ്റെസ്പെക്റ്റ് ചെയ്യാൻ പാടില്ല, അത് ബേൺ ചെയ്യാൻ പാടില്ല, അത് കീറാൻ പാടില്ല. അതിൻ്റെ ഒപ്പം തന്നെ 2003 ഒരു അമെൻഡ്മെൻറ്റ് ആക്ട് പ്രകാരം ഈ മന്ത്രി സജി ചെറിയാനെ പോലത്തുള്ള ആളുകൾ പറഞ്ഞാലോ എന്ന് വെച്ചിട്ടായിരിക്കും 2003 തന്നെ ഒരു അമെൻഡ്മെൻറ്റ് വന്നത്. നമ്മുടെ ഭരണഘടനയെ വാക്കാലും പ്രവൃത്തിയാലും എങ്ങനെയാലും ഏതെങ്കിലും രീതി ഡിസ്റെസ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം വരെ കഠിന തടവും പിഴയുമാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുന്തവും കുടച്ചക്രവും എന്നൊക്കെ പറഞ്ഞു, ഞാൻ വീട്ടിലിരിക്കുന്ന പോലെ പറഞ്ഞു. അത് ഭരണഘടനയ്ക്ക് ചേർന്നൊരു വാക്കല്ല. അദ്ദേഹം 2 പ്രാവശ്യം MLA ആയപ്പോഴും ഈ ഭരണഘടനയിൽ മുകളിൽ വെച്ച് പ്രതിജ്ഞ ചെയ്താണ് കയറിയിരിക്കുന്നത്. ആ അദ്ദേഹത്തിന് എന്താണ് ഇപ്പോഴും ആ സീരിയസ്നെസ് അറിയില്ല. 5ാം ക്ലാസ്സിലെ കുട്ടികൾക്കറിയാം ഭരണഘടനയ്ക്കെതിരെ പറയാൻ പാടില്ല എന്ന്. അപ്പോൾ ഈ മന്ത്രി എന്ന് പറയുന്ന സജി ചെറിയാൻ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ? അദ്ദേഹം MLA പോലും ആകാൻ യോഗ്യനല്ല. അദ്ദേഹം അവിടുത്തെ ജനങ്ങളെ തന്നെ വഞ്ചിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് വളരെ വളരെ സില്ലി ആയിട്ടുള്ള കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഇപ്പോൾ ഈ കോടതി നിരീക്ഷിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പോലീസ് റിപ്പോർട്ട് തള്ളുന്ന തരത്തിലായിരുന്നു. അത് പിന്നീട് ക്രൈംബ്രാഞ്ചിൻ്റെ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചതിൻ്റെ നിജസ്ഥിതിയിലേക്ക് എത്തണം, എന്താണ് സംഭവിച്ചതെന്നുള്ള കൃത്യമായ റിപ്പോർട്ട് വേണം എന്നുള്ള തരത്തിലാണല്ലോ കോടതി പറഞ്ഞിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഇനി താങ്കൾ കരുതുന്നുണ്ടോ ഇനി ഈ ഒരു അന്വേഷണം നടക്കുന്ന സ്ഥാനത്ത് മന്ത്രിസ്ഥാനത്ത് തുടരുകയാണ് അദ്ദേഹം? ഒരുപക്ഷെ പലരും ഇപ്പോൾ പ്രതിപക്ഷവും അതുപോലെ തന്നെ രാഷ്ട്രീയ കക്ഷികളൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ആശങ്കയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. നമ്മുടെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ പാലിക്കേണ്ട ചില മിനിമം മര്യാദകളുണ്ട്. അതിനുള്ള ഉദാത്തമായ മാതൃകയായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. അദ്ദേഹം ഒരു ട്രെയിൻ അപകടത്തിന് കേന്ദ്രമന്ത്രിസഭയിൽ നെഹ്റു മന്ത്രിസഭയിൽ അംഗമായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി ഒരു ട്രെയിൻ അപകടം അദ്ദേഹത്തിന് നേരിട്ട് ഉത്തരവാദിത്തമുള്ളൊരു കാര്യമല്ല, ട്രെയിൻ പാളം തെറ്റിയതാണ്, അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ച പാരമ്പര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ മുഖങ്ങളായിരുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ശ്രീ ബാലകൃഷ്ണപിള്ളയ്ക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടത് ഒരു പരാമർശത്തിൻ്റെ പേരിലാണ്. പഞ്ചാബ് മോഡൽ. ഈ പഞ്ചാബ് മോഡൽ എന്ന് പറയുമ്പോൾ വ്യംഗ്യമായത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പഞ്ചാബ് മോഡൽ എന്ന് പറയുമ്പോൾ അതിന് വേണമെങ്കിൽ പഞ്ചാബിൻ്റെ വികസന മാതൃക, പഞ്ചാബിൻ്റെ അല്ലെങ്കിൽ ഗോതമ്പ് കർഷകർ എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനം ചിന്തിക്കാം. പക്ഷേ ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ചൂഷണത്തിനുള്ള ഉപാധിയാണ്, എ മീൻസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഭരണഘടനയുടെ ഉദ്ദേശശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. നമ്മുടെ രാജ്യം നമുക്കറിയാം നിയമവാഴ്ച നിലവിലുള്ള രാജ്യമാണ്. അതിന് ആത്യന്തികമായി തലപ്പത്ത് നിൽക്കുന്നത്, റൂൾ ഓഫ് ലോയിൽ തലപ്പത്ത് നിൽക്കുന്ന ഭരണഘടന തന്നെയാണ്. ഭരണഘടനയുടെ ഒരു വാഴ്ച തന്നെയാണ്. ആ ഭരണഘടനയിൽ വിശ്വാസമില്ലാത്ത ഒരാൾ, പരസ്യമായി ഭരണഘടനാ തത്വങ്ങളെ തള്ളിപ്പറയുന്ന ഒരാൾ എങ്ങനെയാണ് അധികാരത്തിൽ തുടരുക? സത്യപ്രതിജ്ഞാ ലംഘനമാണ് അതൊന്ന്. 2, നേരെ സൂചിപ്പിച്ച 1971 ഈ ആക്ട് ഉണ്ടല്ലോ, ആ ആക്റ്റിൽ പതാക, ഭരണഘടന, ദേശീയ ചിഹ്നങ്ങൾ ഇതെല്ലാം തന്നെ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ നിയമമാണ്. അത് പിന്നീട് സമഗ്രമായി ഭേദഗതി ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ ഭരണഘടനയുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ചെയ്യേണ്ടത് എക്സിക്യൂട്ടീവ് അല്ല, ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറി മിനിമം റോളാണ് വഹിച്ചിരിക്കുന്നത്. ഇവിടെ കോടതി, ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ചെയ്തിരിക്കുന്നത് ഭരണഘടനയുടെ സംരക്ഷകൻ, കണ്ണിലെ കൃഷ്ണമണി പോലെ ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ചുമതല ജുഡീഷ്യറിക്കാണ്, നീതിപീഠത്തിനാണ്. എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്തു നിന്നോ ലെജിസ്ലേച്ചറിൻ്റെ ഭാഗത്തു നിന്നോ ഭരണഘടനയ്ക്ക് അതീതമായ സമ്മർദ്ദങ്ങൾ, ശക്തികൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നള്ളിഫൈ ചെയ്യേണ്ട ചുമതല വളരെ ഔപചാരികമായി നിർവഹിച്ചു. ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യം എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്തു നിന്ന് വന്ന അന്വേഷണമാണ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ് പോലീസ്. ആ പോലീസ്, ലോക്കൽ പോലീസ് നമുക്ക് മനസ്സിലാക്കാം, കീഴായ്പുര പോലീസ്. അവിടെ DYSP തലത്തിൽ നടന്ന അന്വേഷണം, ആ അന്വേഷണം ടാമ്പർ ചെയ്യപ്പെട്ടു, അവിടെ രാഷ്ട്രീയമായി സ്വാധീനിക്കപ്പെട്ടു. അതനുസരിച്ച്
പകുതി വെന്ത ദോശ എന്ന രീതിയിൽ റിപ്പോർട്ട് കൊടുത്തു. അതെങ്ങും തൊടാതെ സജി ചെറിയാനെ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ റിപ്പോർട്ട് കൊടുത്തു. അത് ദുഷ്ട ഉദ്ദേശത്തോടു കൂടിയാണ് കോടതിയിൽ നിന്നും, തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും അനുകൂലമായ വിധി ലഭിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തിൽ കൊടുത്തു എന്ന് വ്യക്തമായി തെളിച്ചു പറയുകയാണ് ഹൈക്കോടതി. അപ്പോൾ അവിടെ ഒരു അർത്ഥശങ്കക്കിടയേ ഇല്ല. അവിടെ ആരോപണത്തിൻ്റെ മോനെ നീളുന്നത് അന്വേഷണ റിപ്പോർട്ടിനെതിരെയാണ്. സജി ചെറിയാൻ്റെ പരാമർശങ്ങൾ എന്നത് പിന്നീട് വരേണ്ട കാര്യമാണ്. ആ പരാമർശങ്ങളെക്കുറിച്ച് പോലും ആക്ഷേപമുള്ളതുകൊണ്ടാണല്ലോ കോടതി അന്വേഷണം പൂർത്തിയല്ല എന്ന് പറയുന്നത്. ഈ സജി ചെറിയാൻ ന്യായീകരിക്കുന്നത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതിൻ്റെ അടക്കത്തിലേക്കൊന്നും ഡീപ്പായിട്ടൊന്നും പോയിട്ടില്ലല്ലോ, അന്വേഷണം നടക്കട്ടെ എന്നല്ലേ കോടതി പറയുന്നത്. അപ്പോൾ ഒരു തുടർ നടപടി എന്നുള്ള തരത്തിലല്ലേ എന്നൊക്കെയാണ് ചോദ്യമായി വരുന്നത്. CPM-ൻ്റെ നേതാക്കളും പറയുന്നത് തന്നെയാണ്. അപ്പോൾ പിന്നെ എന്തിനീ രാജിയെന്ന് നിങ്ങൾ വീണ്ടും എന്നെ മുറവിളി കൂട്ടുന്നു എന്നുള്ളൊരു ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരാൾക്ക് ഒരേ കുറ്റത്തിന് എത്ര പ്രാവശ്യം ശിക്ഷ കൊടുക്കാനാവും? ഒരിക്കൽ മാത്രം. പക്ഷേ ഇതൊരു ശിക്ഷയല്ല. ഈ രാജി എന്ന് പറയുന്നത് ശിക്ഷയായിരുന്നില്ല, ഒരു മാറി നിൽക്കൽ മാത്രമായിരുന്നു. അതിനുശേഷം അദ്ദേഹം മന്ത്രിസഭയിൽ റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെട്ടു. അല്ലേ, 6 മാസത്തിന് ശേഷം അദ്ദേഹം മന്ത്രിസഭയിൽ തിരിച്ചെത്തുന്നൊരു കാഴ്ച കണ്ടു. അങ്ങനെയെങ്കിൽ അന്വേഷണം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം ലഭിക്കേണ്ട ക്ലീൻ ചിറ്റ് എന്ന് പറയുന്നത് ലഭിക്കുന്നതെന്ന് അന്വേഷണം പൂർത്തീകരിച്ച്, അല്ലെങ്കിൽ അതിനെതിരെ അപ്പീലുണ്ടെങ്കിൽ അതും കഴിഞ്ഞതിന് ശേഷം അഗ്നിശുദ്ധി വരുത്തി വരേണ്ട ഒരു ഇടത്ത് ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചധികാരത്തിൽ വരാൻ ഭരണയന്ത്രത്തെ ഉപയോഗപ്പെടുത്തി, ഭരണകൂടത്തെ ഉപയോഗപ്പെടുത്തി, പോലീസിനെ ഉപയോഗപ്പെടുത്തി എന്നതിലാണ് ഇതിൻ്റെ ഡബിൾ ദ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. ശ്രീമതി രാഗേന്ദ്ര, ഇവിടെ ഇപ്പോൾ അന്ന് ഈ വിഷയം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഗവർണർ പോലും ഇടപെട്ട് പറഞ്ഞൊരു കാര്യം, ഈ കാര്യത്തിൽ തൻ്റെ നിലപാടുകൾ പോലും മറികടന്നുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് സർക്കാർ പോയതെന്നാണ്. ഇപ്പോഴും ഗവർണർ ഈ വിഷയത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കി കാണാമെന്ന തരത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ സത്യസന്ധമായ ഒരു അന്വേഷണം ഇനി നടക്കുമെന്നും ഈ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചതിനപ്പുറം മറ്റെന്തെങ്കിലും സംഭവിക്കുമെന്നും തോന്നുന്നുണ്ടോ? സത്യസന്ധമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് യാതൊരു തരത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹം രാജിവെച്ചതിന് ശേഷം, കാരണം അതിൻ്റെ അന്വേഷണത്തിൽ ഞാൻ ഈ ഒരു മന്ത്രിസ്ഥാനത്ത് ഉണ്ടാകുന്നത് പ്രശ്നമാണെന്ന് പറഞ്ഞ് രാജിവെച്ച സമയത്ത് പോലും ഇത്തരത്തിലൊരു റിപ്പോർട്ട്, അതായത് അദ്ദേഹത്തെ വീണ്ടും കൊണ്ടുവരാനായിട്ടുള്ള പോലീസിൻ്റെ ഒരു പുകമറയായിട്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അദ്ദേഹം മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ ഏത് രീതിയിലാണ് ഒരു ഉദ്യോഗസ്ഥന്, നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മുകളിലുള്ള ഒരു മന്ത്രിയുടെ മേലാണ് അദ്ദേഹം അന്വേഷിക്കാൻ പോകേണ്ടത്. അപ്പോൾ അത് എത്രത്തോളം ഈ ഒരു കേരളത്തിൽ, ഇന്നത്തെ ഒരു കേരളത്തിൽ എത്രത്തോളം അത് സത്യസന്ധമായി അന്വേഷിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ളത് നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഒരു ധാർമ്മികത എന്നത് പറയുന്നതിൽക്കാൾ ഉപരി ഒരു നിയമപരമായി, കാരണം ഇതിനെ ഒരു മൊത്തത്തിൽ കോടതിയെയും പോലീസും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു തട്ടിപ്പ് നടത്തി വീണ്ടും അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ്. അതാണ് ഗവർണർ സൂചിപ്പിച്ചത്. കാരണം ഒരു മന്ത്രിയെ വീണ്ടും ഒരു മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഭരണകൂടം തന്നെയാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിന് ഗവർണർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. മുഖ്യമന്ത്രി നേരിട്ട് തന്നെയാണ് അദ്ദേഹത്തെ വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ അദ്ദേഹം രാജിവെക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു അന്വേഷണം ഇതിൽ മറ്റൊന്നും തന്നെ നടക്കാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ ഭരണഘടനയെ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അദ്ദേഹം ഈ ഒരു സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹം ആ ഒരു ഭരണഘടനയെ വിശ്വസിക്കുന്നില്ല, തള്ളിപ്പറഞ്ഞുകൊണ്ട് അത് കൊള്ളയടിക്കാനുള്ള ഒരു സംവിധാനമാണെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം ആ സ്ഥാനത്ത് നിലനിൽക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരാൻ ഒരു 100% അദ്ദേഹത്തിന് യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ രാജിക്ക് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. പ്രൊഫസർ നീതു, ഇവിടെ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ കൂടുതൽ ഗൗരവമായി ചർച്ച ചെയ്യുമ്പോൾ വരുന്ന ഈ CPM-ൻ്റെ ഭാഗത്തുനിന്നും ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ അങ്ങനെ പ്രതികരിച്ചോ എന്ന് എനിക്കറിയില്ല കേട്ടത്. പക്ഷേ CPM-ൻ്റെ ഭാഗത്തു നിന്നാണ് പ്രതികരണങ്ങൾ കൂടുതൽ വരുന്നത്, മന്ത്രിയുടെ അടക്കം. ഈ പഴയ രാജിയേക്കാൾ അത്ര വലിയ ഗൗരവമല്ല ഇപ്പോഴത്തെ വിഷയം എന്നുള്ള തരത്തിലാണ് പറയുന്നത്. പക്ഷേ കോടതിയുടെ ഒരു നിരീക്ഷണം വരുമ്പോൾ അത്ര ഗൗരവമല്ലേ ഈ കാര്യങ്ങൾ? പ്രത്യേകിച്ച് പിന്നെ മറ്റൊരു ചോദ്യം കൂടി വരുന്നത്, ഇത് സജി ചെറിയാൻ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു കാര്യമല്ലല്ലോ. ഒരു മന്ത്രിസഭയെ, പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കൂടി ചില ചോദ്യങ്ങളല്ലേ ഈ ബഹുമാനപ്പെട്ട കോടതി ഉന്നയിച്ചിരിക്കുന്നത്. വളരെ ഗൗരവപ്പെട്ട കാര്യമല്ലേ? എങ്ങനെയാണ് കാണുന്നത്? വളരെ ശരിയാണ്. നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു റിപ്പോർട്ടിനെ കുറിച്ചാണ് ആദ്യമേ പറയേണ്ടത്. കാരണം മുഖ്യമന്ത്രിയുടെ ഒരു കാര്യം പരാമർശമുണ്ട്. നമ്മൾ ആദ്യമേ ഇവിടെ തിരുവല്ല DYSP ഇതിൻ്റെ റിപ്പോർട്ട് റഫ് റിപ്പോർട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ റഫ് റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്നലെ കോടതി തന്നെ പറയുന്നുണ്ടായി, ഇത് എവിടെ വെച്ച് നടന്നു, എന്തിനു നടന്നു, ഇതുകൊണ്ട് എന്തൊക്കെയുണ്ടായി, ഈ കാര്യങ്ങളൊന്നും പരാമർശിച്ചിട്ടില്ല.
അത് പരാമർശിക്കാത്തത് കൊണ്ട് മന്ത്രിക്ക് ഒരു പോയിന്റ് കൂടെ പറയാൻ പറ്റി. എന്ത് പറ്റി? ഇത് ഞങ്ങൾ സ്വകാര്യ ചടങ്ങിൽ നടന്നതാണ്. ഇത് സ്വകാര്യ ചടങ്ങാണോ? അല്ല. FBയിൽ ലൈവ് പോയി, എല്ലാ മീഡിയസും ലൈവ് ഇട്ടു. പക്ഷെ അപ്പോഴും ഉണ്ട് പിണറായി വിജയൻ ഭരിക്കുന്ന ഈ നാട്ടിൽ എന്ന് വേണം പറയാൻ. പണ്ട് ഭാവിയിൽ ഭരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പോൾ പിണറായി വിജയൻ എന്ന് സ്വന്തമായി പറയുന്നു. സഖാവ് പിണറായി വിജയൻ ക്യാപ്റ്റൻ ഭരിക്കുന്ന ഈ നാട്ടിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ക്യാപ്റ്റൻ തന്നെയാണ്. ഈ ക്യാപ്റ്റൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തരം ഇന്ന് മാത്രമല്ല, കുറേ നാളായിട്ട് ഇതുപോലെ കെട്ടിച്ചമച്ച കഥകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനെ നേരത്തെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ നമ്മുടെ നവകേരള സദസ്സ് നമ്മുടെ യാത്രയുടെ സമയത്ത് കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ ചെടിച്ചട്ടി വെച്ചിട്ട് തലതല്ലി പൊളിക്കുകയും അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് നടന്നില്ല എന്ന് പച്ചക്കള്ളം എഴുതി കൊടുക്കാനും സാധിച്ചു ഇവിടുത്തെ പോലീസിൻ്റെ കൈകളെല്ലാം വിലങ്ങിട്ട് വെച്ചേക്കുകയാണ്. അവർ പാവകൾ മാത്രമാണ്. ഇവർ പറയുന്ന അനുസരിച്ച് റിപ്പോർട്ട് എഴുതി കൊടുക്കുക. അതുകൊണ്ടാണ് ഹൈക്കോർട്ട് ഇന്നലെ ആ ഒരു പരാമർശം ചെയ്തത്. ഇതിൻ്റെ ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? നേരത്തെ ഉള്ളതൊരു ഫേക്ക് റിപ്പോർട്ടായിരുന്നു. ഇവിടെ പെൻ ഡ്രൈവ് ഉണ്ട്. ഇപ്പോൾ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്നാൽ, അന്വേഷണം തുടങ്ങുമ്പോൾ പോലും അത് വളരെ സുതാര്യമായി മുന്നോട്ട് പോകുന്നത് ഒരിക്കലും നല്ല രീതിയിൽ പോകില്ല. കാരണം മന്ത്രി എന്നെ കഴിഞ്ഞ പ്രാവശ്യം റിസൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മന്ത്രിസ്ഥാനത്ത് ഇരിക്കുകയാണെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് നേരാവണ രീതിയിൽ അന്വേഷിക്കാൻ പറ്റില്ല. അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞ ഒരാൾ, ഇത്രയും സ്വാധീനമുള്ള ഒരാൾ വീണ്ടും മന്ത്രിസ്ഥാനത്ത് ഇരിക്കുകയാണെങ്കിൽ എങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും? എനിക്കൊരു സിനിമ ഡയലോഗാണ്, എന്താ സജി പ്രഹസനം എന്നുള്ള തരത്തിലൊരു ഡയലോഗ് വരുന്നതാണ് ഇപ്പോൾ ഓർമ്മയിൽ വരുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്ന എല്ലാം പ്രഹസനമാണോ എന്നുള്ളൊരു ചോദ്യം തീർച്ചയായും വരുന്നുണ്ട്. ഇതാണോ താങ്കൾ പറയുന്ന ധാർമ്മികത എന്നുള്ളൊരു ചോദ്യം നിഴലിച്ച് നിൽക്കുന്നു. നന്ദി പ്രൊഫസർ നീതു രഘുവരൻ, ഡോക്ടർ മോഹൻ വർഗീസ്, ഒപ്പം തന്നെ ശ്രീമതി രാഗേന്ദു. ഈ ചർച്ചയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.